നമ്മളുടെ സ്പെഷ്യൽ പാരൻസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു ഇഷ്യൂ ആണ് നമ്മളുടെ സ്പെഷ്യൽ കിഡ്സിന് അവർക്കൊരു ഡെയിലി റുട്ടീൻ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതപ്പോൾ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം? അതല്ലെങ്കിൽ ചെറിയൊരു ട്രാൻസിഷൻ വരുമ്പോൾ അതല്ലെങ്കിൽ ഒരു ചെറിയ ചേഞ്ചസ് വരുന്ന സമയത്ത് അവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാം. അവർക്ക് അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു മാറുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് വിഷ്വൽ ഷെഡ്യൂൾ അഥവാ വിഷ്വൽ ക്ലൂസ്. നമ്മളിങ്ങനെ സംസാരിച്ച് എപ്പോഴും പറയുന്നതിനേക്കാളും നല്ലത് നമുക്കിങ്ങനെ കാർഡ്സ് കാണിച്ചു കൊടുക്കാം, പിക്ചർ കാർഡ്സ്. എന്നിട്ട് അത് അവർക്ക് കാണുന്ന തരത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്കത് പറയാം. നമ്മൾ വാട്ട് വി ആർ ഗോയിങ് ടു ഡു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവർ ചിലപ്പോൾ വാശി പിടിക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുത്തിട്ട് പറയാം, നമ്മളിപ്പോൾ ബ്രഷ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ബ്രഷിങ്ങിൻ്റെ ആ പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുക. അതുപോലെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈറ്റിങ്ങിൻ്റെ ചെറിയ എന്തെങ്കിലും കാർട്ടൂൺ പോലത്തെ ചെറിയ പിക്ചേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലത്തെയൊക്കെ കാർഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് വാട്ട് വി ആർ ഗോയിങ് ടു ഡു, നമ്മൾ കുളിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആ കാർഡ് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ സ്കൂളുകളിലൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. നമ്മൾ ടൈം ടേബിൾ അവരുടെ ഒരു രാവിലെ വന്നു കഴിഞ്ഞാൽ പ്രെയറാണ്, അല്ലെങ്കിൽ അസംബ്ലി ടൈമാണ്, അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ടൈമാണ്, അത് കഴിഞ്ഞ് നമുക്ക് പ്ലേ ടൈമാണ്, ഹോം ടൈമാണ്, ബ്രേക്കാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിഷ്വൽ ക്ലൂസ് കൊടുക്കാറുണ്ട്. ഇതേ രീതി നിങ്ങൾക്ക് വീട്ടിലും ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും.